ഹലോ ഫ്രണ്ട്സ്, വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ഒരിക്കലും നടക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സ്വന്തം സഹോദരന് സഹോദരിയോട് കാമം തോന്നുക, അതിന് വേണ്ടിയിട്ട് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ തന്നെ ഇല്ലാണ്ടാക്കുക. അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കുന്ന പലരുടെ കയ്യിൽ നിന്ന് നമുക്ക് ചതി ഏർപ്പെടുക. നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന പല ആളുകളും അവർ തന്നെ നമ്മുടെ മരണത്തിന് കാരണമാകുക എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള എന്താ പറയുക, നമുക്ക് കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെട്ടിരുന്ന കേരളം ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്താലയം തന്നെ ആയിട്ടുണ്ട് അല്ലേ. അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ വിചിത്രമായ മറ്റൊരു വാർത്ത. ഇതത്ര വിചിത്രമൊന്നുമല്ല, പക്ഷെ എല്ലാവരും കൂടി അത് വിചിത്രമാക്കി മാറ്റി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതായത് ഒരു പയ്യനും പെണ്ണും കൂടി കല്യാണം കഴിക്കുന്നു. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ കല്യാണം കഴിച്ച പിറ്റേ ദിവസം ആ പയ്യൻ ആ പെണ്ണിനെ ആരും പറയാതെ വേഗം വീട്ടിൽ കൊണ്ടുവിടുകയാണ്. ഈ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് അവൻ അവിടുന്ന് ഞാൻ വേറൊരു സ്ഥലത്തേക്ക്, അച്ഛന് സുഖമില്ല, അങ്ങോട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പോവുകയാണ്. പിന്നീട് ഈ ചെക്കൻ ആ വീട്ടിലേക്ക് പോവാതെ അവൻ്റെ ഇറ്റലിയിലേക്ക് നാട് വിടുകയാണ്. അപ്പോഴാണ് കാരണമൊക്കെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവാൻ കഴിയുന്നത്, ഈ പെൺകുട്ടി, അതായത് കല്യാണം കഴിച്ചിട്ടുള്ള പെൺകുട്ടി, അത് പെൺകുട്ടിയേ അല്ല, അതൊരു യുവാവായിരുന്നു. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയാണ് ആ ഒരു പയ്യൻ ഈ ഒരു സത്യം മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ആ ഒരു കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കിയത് എന്നൊക്കെയാണ് പറയുന്നത്. അത് ഇവർ തമ്മിലുള്ള എന്താ പറയുക, ഈ വീട്ടുകാരുടെ രണ്ട് ബന്ധുക്കൾ തമ്മിലുള്ള ഒരു വോയിസ്, ആ ഒരു വോയിസ് റെക്കോർഡാണ് ഈ ഒരു കാര്യം ഇത്രയും ചർച്ചയാകാൻ കാരണമായത്. ആ ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഇത് 3-4 ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തിൽ ഐത്തലപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ്. ഈ ചെറുക്കൻ പണ്ട് ഇറ്റലിയിലുള്ളതാ. അപ്പം അവന്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് പടർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വന്ന ചെറുക്കനാ. അത് ഇവന്റെ ഫാമിലി ആയിരുന്നു. ഇവനും ഇവന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിയിൽ നിന്ന് വന്ന്. ഇവന്റെ കല്യാണമായിരുന്നു 3-4 ദിവസം മുമ്പ്. കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ ഐത്തലപ്പള്ളി വെച്ചായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി. ആൾക്കാർ സെറിമണിയൊക്കെ അന്വേഷിച്ച് അറേഞ്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു. ഇവനെ ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു, ഒരു ചെറുക്കനായിരുന്നോണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് 3-4 ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം. ഞാനിത് അറിഞ്ഞായിരുന്നടാ. ഞാനിത് അറിഞ്ഞതാ. അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവര് ആ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രിയില് അന്ന് ഇവര് കടുത്തുരുത്തിക്ക് പോയില്ല. കടുത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട്. അപ്പൊ ഇവര് കല്യാണം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിലോട്ട് പോകാതെ ദൂരമല്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അവര് സ്റ്റേ ചെയ്തു, റാന്നിയിൽ തന്നെ, ചെറുക്കന്റെ വീട്ടിൽ തന്നെ. അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി. ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലും കയറി ഡ്രസ്സൊക്കെ മാറുകയൊക്കെ ചെയ്തു. അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനിയിപ്പം വേണ്ട, ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചേക്കെന്ന് പറഞ്ഞ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചടങ്ങാണ്ട് വെച്ചെന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇവനിട്ട് ഒരു 5 പവന്റെ ഒരു മാലയൊക്കെ ഇവരിട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കൻ കൂട്ടരൊക്കെ. പക്ഷെ അപ്പൊ അന്ന് തന്നെ അവൻ ആ സാധനം പിടിച്ച് മേടിച്ച് അവിടെ നിന്ന്. കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി 1 മണി എങ്ങാണ്ടാകാറായി. 12-1 മണിയായി. കല്യാണ വീടല്ലേ. 1 മണി ആറായപ്പോൾ ചെന്നപ്പം നോക്കിയപ്പോ കാണുന്ന സംഭവം എന്നറിയാമോ, ഒരു പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ആളിനെയാ കാണുന്നത്. അറിയോ? അയ്യോ, അവൻ ആ പാടെ വിഷമിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, രണ്ടൊക്കെ സംസാരിച്ചു. അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ ഒക്കെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല. ചീറ്റിങ്ങാന്ന് മനസ്സിലായി. പിറ്റേ ദിവസം തന്നെ പറഞ്ഞു, എന്തിയാ മാല എന്തിയാന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, അതെന്തിനാ ആ മാല, അത് ഇപ്പൊ രാത്രിയിലൊന്നും അത് വെച്ചോണ്ടിരിക്കണ്ട, മാല അങ്ങ് ഊരി വെക്കാം, കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാല അവൻ മേടിച്ചു. 5 പവന്റെ മിന്നുമാലയൊക്കെ ഇട്ടത് സ്റ്റേജ് വെച്ചൊക്കെ ഇടുമല്ലോ, അതെല്ലാം അവൻ മേടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, നാളെ നമുക്ക് പെങ്ങളുടെ വീട്ടിലാ വിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഇവളെയും കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു. മിണ്ടിയില്ല. പിന്നെ വീട്ടുകാരുടെ അമ്മയോടും ഒക്കെ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇവർ ഈ ജീവി അറിയാതെ ഇവിടെ വീട്ടിൽ അവിടെ കടുത്തിരുത്തി വിട്ടേച്ച് അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ UK സ്ഥലം വിട്ടു. അവൻ UK പോയി. ഇറ്റലിക്ക് എങ്ങാണ്ടോ തിരിച്ചു പോയി. അറിയോ? അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റിൽ കയറാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാച്ചന് ഫ്ലൈറ്റിലുണ്ട്. നീ എന്നാടാ എന്ന് ചോദിച്ചാൽ അവൻ അപ്പോഴാണ് അമ്മാച്ചനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. സംഭവം എന്നതാ, ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ വീട്ടിൽ കൊണ്ട് പറ്റൂ.
അവൾക്ക് അപ്പനില്ല, അവിടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാ. ഇവള് ദുബായ് ജോലിയുള്ള പെണ്ണായിരുന്നു. ഇവര് ഫേസ്ബുക്ക് കൂടെ കണ്ട് ആലോചന അങ്ങോട്ട് വന്ന, പക്ഷെ ഇവര് ശിഖണ്ഡിയായിരുന്നു. അതാ. അപ്പോൾ ഇതാണ് ആ ഒരു വീട്ടിൽ അന്ന് കല്യാണം കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു പയ്യനെ കുറിച്ചിട്ട് ഇവർ ആദ്യം പറയുന്ന ഒരു കാര്യം കേട്ടോ, അതായത് കോവിഡ് നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായിട്ട് കൊടുന്നത് ഈ ഒരു പയ്യന്റെ ഫാമിലിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു ടൈമിൽ ഇതൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര പേര് ഓർക്കുന്നുണ്ട് എന്നറിയില്ല. കാരണം ആ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോയ വഴിയെ ആളുകൾ എന്താ പറയുക, പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ, ഇവരാരൊക്കെ കണ്ടു, ആരുമായിട്ടൊക്കെ സംസാരിച്ചു, ആരുമായിട്ടൊക്കെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ആ ഒരു വഴിക്കായിരുന്നു അന്വേഷണം. ആ ഒരു രീതിയിലായിരുന്നു ഫുള്ള് അന്വേഷണം നടന്നിരുന്നത്. ആ ഒരു ടൈമിൽ കുറേ ആളുകൾ ഇവരെ വെറുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ആപത്ത് വരാൻ കാരണം ഇവരാണ്. അവിടെ നിന്ന് ഇറ്റലിയിൽ നിന്ന് ആരോടും പറയാതെ വന്ന്, അതും ഇത് അറിഞ്ഞിട്ട് പോലും ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാതെ നാട്ടിലൊക്കെ ഇറങ്ങി നടന്ന് ഒരുപാട് ആളുകളുമായി സമ്പർക്കം കൂടിയിട്ടാണ് ഇത് പലരിലും സ്പ്രെഡ് ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾക്ക് ആ ഒരു ടൈമിൽ ഇവരുടെ ഒരു ഫാമിലിയോടൊക്കെ വെറുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് കഴിഞ്ഞ് അവസാനിച്ച ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നീടാണ് ആ ഒരു പയ്യൻ, ആ ഒരു ഫാമിലിയിൽപ്പെട്ട പയ്യനാണ് ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബന്ധുക്കളുടെ വോയിസിൽ നിന്ന് നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതായത് ഇത്രയും നാൾ ആ ഒരു പയ്യനെ അറിയില്ലായിരുന്നു. അന്ന് രാത്രി ഫസ്റ്റ് നൈറ്റിന് പോയപ്പോഴാണ് ഈ ഒരു പയ്യനെ ഈ കാര്യം മനസ്സിലായത് എന്നാണ് പറയുന്നത്. അന്ന് പോയപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറയുന്ന ആ ഒരു ആള്, അതായത് അന്ന് പെൺകുട്ടിയെ അല്ല, അന്ന് പോയ ടൈമിൽ ഒരു പാൻറ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ കട്ടിലിരിക്കുന്ന ഒരു രംഗമാണ് ഈ പയ്യൻ കണ്ടത്. ആ ടൈമിൽ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങി ഊരി വെച്ചു. അതായത് ഇവരൊരു 5 പവൻ്റെ മാല കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്ത്രപൂർവ്വം ഊരി വാങ്ങിച്ചു. അങ്ങനെയാണ് വീട്ടിൽ കൊണ്ടാക്കി. എന്നിട്ടാണ് ആ പിറ്റേ ദിവസം തന്നെ ആ പയ്യൻ ഇറ്റലിയിലേക്ക് മുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടിയുടെ ഒരു വീട്ടുകാർ കേസ് കൊടുത്തിട്ടുണ്ട്. ആ പയ്യൻ തങ്ങളെ ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാരും കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അത്ര വിചിത്രമല്ലാത്തൊരു കാര്യമാണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഒരു കാലഘട്ടം പണ്ടത്തെ ഒരു കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഒരുപാട് കൂടിയിട്ടുണ്ട് അല്ലേ. ആദ്യം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അധികമൊന്നും ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. അവിടെ ഇവിടെയൊക്കെ കേൾക്കുക എന്നല്ലാതെ ഇപ്പം നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട അയൽപക്കത്ത് ഒക്കെ നടക്കുന്നൊരു സംഭവമാണ് ഈ ഒരു ജെൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ ജെൻഡർ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമാണ് നമ്മളിത് അത്രയും വിചിത്രമായിട്ട്, അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർ വളരെ വെറുപ്പോട് കൂടിയിട്ടൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു കാലം. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറേ ആളുകൾ അവരെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലേ. അത് നമ്മുടെ ഒരു ചിന്താഗതിയിൽ വന്ന മാറ്റം തന്നെയാണ്. കാരണം അത് അവരുടെ തെറ്റല്ല, അവരുടെ ഹോർമോണും കാര്യങ്ങളുടെ ചേഞ്ച് കൊണ്ടാണ് അവർ അതായത് ഒരു സ്ത്രീ പുരുഷനായിട്ട് മാറുന്നത് ആ ഒരു വ്യക്തിയുടെ ഹോർമോൺ ചേഞ്ച് കാരണമാണ്. അതേപോലെ തന്നെ ഒരു സ്ത്രീ പുരുഷനായി മാറുന്നതും ആ ഒരു വ്യക്തിയുടെ ഹോർമോൺ ചേഞ്ച് കാരണമാണ് എന്ന് നമ്മൾ കുറേ ആളുകൾ മനസ്സിലാക്കിയിട്ട് കുറേ ആളുകൾ ഇപ്പോഴും അവരെ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അംഗീകരിക്കാത്ത വിഭാഗങ്ങളുമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് വളരെ കുറവാണ് അല്ലേ. നമ്മൾ കൂടുതൽ ആളുകളും ഇപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവർ മോശമായിട്ടുള്ള രീതിയിൽ ജീവിക്കാതെ, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മോശമായിട്ട്, അതായത് സെക്സ് വർക്കേഴ്സ് എന്നുള്ള ഒരു രീതിയിൽ പോയിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അല്ലേ. അതിലിപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. കുറേ ആളുകൾ, നാദര ആയാലും അതുപോലെ തന്നെ സീമ വിനീത്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പേരെടുത്ത് പറയാൻ പറ്റും. നല്ല നമ്മുടെ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, അതുപോലെ സൂര്യ അല്ലെ, അവരുടെയൊക്കെ ഇപ്പോൾ മേക്കപ്പ് തന്നെ ഒരു പ്രത്യേക വാല്യൂ ആണ് അതിനൊക്കെ. അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്ന കുറേ ട്രാൻസ്ജെൻഡേഴ്സ് നമുക്കിടയിലുണ്ട്. മോശം രീതിയിലുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ് ഇപ്പോൾ മോശം രീതിയിലേക്ക് പോകുന്നത്. ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം ഇപ്പോൾ ആരും അത്ര പെട്ടെന്ന് അങ്ങനെ ഓവറായിട്ട് ഇതാക്കാറില്ല. കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത്രയും ആളുകൾ ഇത് അംഗീകരിച്ച ഒരു ടൈമിലും ഈ ഒരു പെൺകുട്ടി ഒരു കാര്യം മറച്ചു വെച്ചു എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പയ്യൻ്റെ അടുത്ത് തുറന്ന് പറയാമായിരുന്നു. അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു പയ്യൻ ഒരു പൂർണ്ണ രീതിയിൽ ഒരു പുരുഷനാണ്. അപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ വീണ്ടും ഒരു പുരുഷനെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു ഹോർമോൺ ചേഞ്ച് ഒന്നും ആ ഒരു പയ്യനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനൊരിക്കലും ഒരു പുരുഷനെ അംഗീകരിച്ച് പോവില്ല. അത് ആ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് കൂടി അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അവരത് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ എന്തുകൊണ്ടാണ് അവർ അത് കല്യാണ രാത്രി വരെ മറച്ചു വെച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ആ ഒരു പയ്യൻ ഇറ്റലിയിൽ പോയി എന്ന് പറയുന്നു. ആ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ അത് ഇത്രയും നാളായിട്ട് ആ ഒരു കേസ്, ഇപ്പോൾ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പെൺകുട്ടിയാണ് എന്ന് പറയുന്ന അവരുടെ വീട്ടുകാർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അല്ലേ, ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ ഇതിന് പിന്നിലുള്ള ഒരു സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടാണ് പോലീസായാലും അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരായാലും ഈ ഒരു ചെറുക്കൻ്റെ വീട്ടുകാരായാലും അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് മുന്നോട്ട് ശ്രമിക്കാത്തത് അല്ലേ. അവിടെ തന്നെയാണ് നമുക്ക് എന്തോ ഒരു
പൊരുത്തക്കേട് തോന്നുന്നത്. ആ ഒരു ചെക്കപ്പ്, ഒരൊറ്റ ചെക്കപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ, നമ്മുടെ ഒരു ബോഡി അനുസരിച്ചിട്ട് അതൊരു ഗേളാണോ ബോയ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കൗൺസിലിംഗ് കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇത്രയും ഒരു എന്താ പറയുക, ഇത്രയും നമ്മുടെ സാങ്കേതിക വിദ്യകൾ വളർന്നിട്ട് പോലും ആ ഒരു ചെക്കപ്പ് വരെ എന്തുകൊണ്ടാണ് നടത്താത്തത് അല്ലേ? ആ ഒരു ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ള ആക്ഷൻസ് നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടും കഴിയും. പക്ഷേ ഇവർ അതിനൊന്നും മുതിരാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കേസായിട്ട് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുവന്ന എന്തിനാണെന്നാണ് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്തത്. ഈ ഒരു വോയിസ് കാരണമാണ്, ഈ ഒരു ബന്ധുക്കളുടെ വോയിസ് കാരണമാണ് ഈ ഒരു വാർത്ത ഇത്രയും അധികം ചർച്ചയായത്. ഇനി എന്തായാലും ഇത് ചർച്ചയായ സ്ഥിതിക്ക് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെക്കപ്പും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആരുടെ ഭാഗത്താണ് റിയൽ ആയിട്ടുള്ള ന്യായം. ഈ ഒരു പയ്യൻ പറഞ്ഞതാണോ സത്യം, അതാ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞതുപോലെ ഈ ഒരു പയ്യൻ ആ പെൺകുട്ടിയെ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞതാണോ എന്ന് ഈ ഒരു പെൺകുട്ടിയുടെ ഒരൊറ്റ മെഡിക്കൽ ചെക്കപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും.